ഈ പാലക്കാട് ബസ് ഒന്നും കിടയാതപ്പാ. ഒരു ബസ്സും ഇല്ലേ? ഒന്നുമില്ലപ്പാ, എല്ലാം സൈക്ക്. അല്ല വേലച്ചാമി വേടാ. അത്ര എളുപ്പമൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. ബസ്സുകാര് പണിമുടക്കില്ല. ആ, ഒരു ബസ്സും എങ്ങോട്ടും പോണില്ലാന്ന്. ജീവനക്കാര് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പിണ്ണവടി യന്ത്രത്തിന് പോണു അത്രേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തും ചെയ്യാം. വാ. അയ്യോ, മാറി ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എവറാ എടാ, മര്യാദക്ക് എന്റെ കണ്ണുമെട്ടത്ത് വരുന്ന നിനക്ക് നല്ലതല്ല. ലിവർ ഒന്ന് താഴടി. നീ ഇതിനടി കയറിയിരിക്കുന്നത്. ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടയർ മാറിടാൻ പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. കൊല്ലല്ലേ, ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാ ഉണ്ടാവുക? അതെങ്കിലും ആലോചിച്ച്. നിന്നെ എന്നാ വേണ്ടെന്ന് എനിക്കറിയോ. ഹലോ ഹലോ. അല്ല അല്ലാ വിശേട്ടേ, ജോസേട്ടാ നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ. നിങ്ങള് നല്ല പണിയാ കാണിച്ചേ ജോസേട്ടാ. ഓഹോ, ഇതാണോ പാർട്ടി? ആ അതെ. അല്ല, നിങ്ങക്കെന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പോഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി. അല്ലേ ജോസേട്ടാ? ആ, ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനും ആയിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വരീന്ന് വാ, നേരെ മുകളിലേക്ക് കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവം അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു, എത്രയും വേഗം രക്ഷപ്പെട്ടോളൂന്ന്. അച്ഛനെ, ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള വഴിയിൽ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ട കുത്തി ഞാൻ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നീനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഓന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ, എന്റെ കൈയറപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ, ഇത് പഴയ കുഞ്ഞമ്മതല്ല. പണ്ട് ഞാൻ തല്ലും അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ? ജോസ്, അതാ ഒമാര്. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്തെ വിളിച്ചു വരുത്തണ്ട. അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ, നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി. ആ അമുക്കളെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ, വഴിയുണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് കയറിക്കേ. ആ, കേറ്. വാ, കേറ് കൊച്ചേ. ആ, പേടിക്കണമെന്ന്. വാ, ആ കേറ്. सब गाड़ियां चेक करो जल्दी. അവനെ വിട്ടോ. ആ, നിർത്ത് 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 നിർത്ത. പുറത്ത് ഇറങ്ങാൻ. ഇറങ്ങാൻ എന്നാ കോപ്പേ, ദാദാ പീസ് വേണ്ട കേട്ടോ. ആ സൈസ് എടുക്കുക. നിർത്ത്. കയറി നോക്കണം. മാറണോ? എന്തേ ചെക്ക് എങ്ങനെ മനസ്സിലായില്ല? ഓട്ടറാ കുഞ്ഞാമതേ, പിള്ളേരുടെ ആഗ്രഹല്ലേ. ആ, എന്നാടാ അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന രണ്ട് ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി.
എവിടേക്ക് പോകണം വണ്ടിയാടാ? കേരളത്തിലേക്ക്. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താടാ ഇത്? തുണിയാ, പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കടാ. എന്നാത്തിനാ? തുറക്കടാ, തുറക്കാനാ പറഞ്ഞത്. തുറക്കടാ. ഈ എടുക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങി. എന്താ? മുന്നിൽ ചെക്ക് പോസ്റ്റാ. അവിടെ ചെല്ലുമ്പോ ഡോർ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കൂ. ചെക്ക് പോസ്റ്റ് കഴിയുന്ന വളവ് ഞാൻ കാത്തു നിൽക്കാം. പെട്ടെന്ന്. വേഗം കേറിക്കോ. ജോസ് മാറ്, ഞാൻ വിളിക്കാം.